ഹായ്, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഞാൻ ഇന്ന് ഒരു വീഡിയോയിൽ വരുന്നതിൻ്റെ മുഖ്യ കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം. കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ ഉണ്ടായ മരണത്തിൽ ഏകദേശം 300 ആളുകൾ മരിച്ചിരിക്കുകയാണ് എന്ന്. ഈ ദുഃഖത്തിൽ നിന്നും ഈ ഞെട്ടലിൽ നിന്നും നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ ഇതുവരെ മുക്തമായിട്ടില്ല. ലോകരാഷ്ട്രങ്ങൾ വരെയും ഈ അപകടത്തെ നേര് കണ്ടുകൊണ്ട് തന്നെ വളരെ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ പത്തനംതിട്ട ജില്ലയിൽ പുല്ലാട് സ്വദേശിയായ രഞ്ജിതയുടെ മരണമാണ് നമ്മൾക്ക് ആകെ വിഷമത്തിലാക്കിയത്. ഈ മരിച്ച എല്ലാ ആളുകൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. രണ്ടാമത് പറയുവാനുള്ളത്, പത്തനംതിട്ട ജില്ലയിൽ പുല്ലാട് സ്വദേശിയായ രഞ്ജിതയെ സർക്കാർ ഉദ്യോഗസ്ഥനായ തഹസിൽദാർ പവിത്രൻ വളരെ മോശമായ രീതിയിൽ അപമാനിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ചില കാര്യങ്ങളാണ്. പാവം രഞ്ജിത, അവരുടെ സിറ്റുവേഷൻ കണ്ടാൽ തന്നെ, അല്ലെ അവരുടെ വീട് കണ്ടാൽ തന്നെ നമ്മൾക്കറിയാം എത്ര പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് എന്ന്. നമ്മളെല്ലാവരും വീഡിയോ ദൃശ്യങ്ങളൊക്കെ അവരുടെ വീട് കണ്ടിട്ടുണ്ട്. പാവത്തിന് ഒരു ജോലി ആരോഗ്യവകുപ്പിൽ ഉണ്ട്. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഒരാൾക്ക് കിട്ടാവുന്ന ശമ്പളം എത്ര രൂപയാണ് എന്ന് ഏകദേശം ഓരോ സർക്കാർ ഉദ്യോഗസ്ഥർക്കും അറിയാം. അതിൽ കട്ടിങ് ഉണ്ടാകും, അല്ലെങ്കിൽ ലോണുകൾ എടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ബാലൻസ് മീതി പൈസ നമ്മുടെ കയ്യിൽ കിട്ടാതെ വരും. 2 കുട്ടികളെ പഠിപ്പിക്കണം, അതിന് എത്ര രൂപ ചിലവ് വരുമെന്നും എല്ലാവർക്കും ഈ അവസ്ഥയിൽ അറിയാം. ആ രഞ്ജിത വിദേശ രാജ്യത്തേക്ക് തൊഴിൽ നേടിപ്പോയതാണ്. തൊഴിൽ തേടിപ്പോയ ഈ ഒരു ആപൽഘട്ടത്തിലാണ് എന്നുള്ളത് ആ രഞ്ജിത അറിഞ്ഞില്ല. ആ 2 കുട്ടികളെയും, അതുപോലെ തന്നെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ആയതുകൊണ്ട് പത്തനംതിട്ട ജില്ലക്കാർ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ. ആ കുടുംബത്തിന് നേരെ നടത്തിയ പവിത്രൻ്റെ വേടുകൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ജാതി പറഞ്ഞും മറ്റു സംസ്കാരശൂന്യമായ ഭാഷയിൽ സംസാരിക്കുകയൊക്കെ ചെയ്ത പവിത്രനെതിരെ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ ഉണർന്ന് പ്രവർത്തിച്ചു. ഇവനെ സർവീസിൽ നിന്നും തന്നെ പിരിച്ചുവിടുവാൻ സർക്കാർ ഉത്തരവ് നൽകി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സർക്കാരിനോട് അഭിനന്ദനം ഈ കൂട്ടത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഇതുപോലുള്ള പരമനാറികളെയും ചെറ്റകളെയും സർവീസിൽ വെച്ചുകൊണ്ടിരുന്നാൽ മറ്റുദ്യോഗസ്ഥർക്ക് പോലും പഴി കേൾക്കേണ്ട അവസ്ഥയിലേക്ക് മാറും എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം വിദേശ രാജ്യത്ത് തൊഴിലിന് പോകുന്നത് ഒരു തെറ്റല്ല. വിദേശ രാജ്യങ്ങൾ നമ്മുടെ നാട്ടിലേക്കാട്ടിൽ കൂടുതൽ പണം കിട്ടുമെങ്കിൽ അവിടെ പോയി തൊഴിൽ ചെയ്ത് ആ കുടുംബം പോറ്റുന്നതിന് ഒരു തെറ്റുമില്ല. സർവീസിലിരിക്കുമ്പോൾ അവർ ലീവ് എടുത്താണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രഞ്ജിത
നമ്മുടെ സംസ്ഥാനം വിട്ട് അന്യരാജ്യത്തേക്ക് ജോലിക്ക് പോയത്. ഈ അവസ്ഥയിൽ വളരെ മോശമായ സ്ത്രീത്വത്തെ അപമാനിച്ച പവിത്രനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക മാത്രമല്ല ചെയ്യേണ്ടത്, അവൻ പറഞ്ഞ വാക്കിനെ അതിൻ്റേതായ ശിക്ഷയും അനുഭവിക്കണം. അവനെ പിരിച്ചുവിടുവാൻ ആദ്യഘട്ടത്തിൽ തന്നെ അവനെ പിരിച്ചുവിടാൻ ശുപാർശ നൽകിയ കാസർഗോഡ് കളക്ടർക്ക് 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമ്മുടെ സംസ്ഥാനത്തിലുള്ള എല്ലാ അംഗങ്ങളും പങ്കുചേരുന്നു. അതുപോലെ ഞാനും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. നന്ദി, നമസ്കാരം.